ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് സാധാരണ നിലയിൽ മറ്റൊരു സാഹചര്യം, അവർക്ക് മറ്റൊരു അവസരം, മറ്റൊരു വഴി തുറന്നു കാണുന്നില്ല എന്ന് കാണുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞു എന്ന് കാണുന്ന സമയത്താണ് ഒരു ആത്മഹത്യയിലേക്ക് സാധാരണ പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു കേസിൽ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് അങ്ങനെ ഒരു മറ്റൊരു വഴിയും ഇല്ല എന്ന് കർഷകരുടെ ആത്മഹത്യയുണ്ട്. അവർക്ക് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വളരെ 6, 7, 8, 9 മാസങ്ങളായിട്ടൊക്കെ കിട്ടാനുള്ള തുക കിട്ടാതെ അവർക്ക് എടുത്ത കടം കൂടി അവർക്ക് ജപ്തി നോട്ടീസൊക്കെ വന്നിട്ട് ചെയ്യുന്ന ആത്മഹത്യയുണ്ട്. ഒരുപക്ഷെ അതിന് പ്രേരണാകുറ്റത്തിന് തീർച്ചയായിട്ടും അതിന് ഉത്തരവാദികളായവരെ എടുക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത്തരം കേസുകളിൽ പോലും അതിന് ബാധകമായ ആരെയും നമ്മൾ പിടികൂടുന്നില്ല. നമ്മൾ നോക്കിയാലറിയാം അത്തരം സംഭവങ്ങളിൽ എന്തുകൊണ്ട് പണം കിട്ടിയിട്ട് പോലും, അതായത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പണം പോലും കൊടുക്കാനായിട്ട് പറ്റാതെ കർഷകന് 1ഉം 2ഉം തവണത്തെ കൃഷി കഴിഞ്ഞതിന് ശേഷവും അയാളുടെ പണം കടമായിട്ട് ബാങ്കുകളിൽ നിന്ന് എടുക്കുകയും ആ കടത്തിന് ജപ്തി നോട്ടീസ് വരികയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് അതിന് പ്രേരകമായ ആൾക്കാർ ആരാണെന്നും വ്യക്തികൾ ആരാണെന്നും അധികാര കേന്ദ്രങ്ങൾ ആരാണെന്നും നോക്കണ്ടേ? അപ്പൊ അത്തരം കാര്യങ്ങളിൽ പോലും അത് നടക്കുന്നില്ല. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. പ്രത്യേകിച്ച് ഭർത്താവും മകളും അമ്മയും ഒക്കെ ബാക്കിയുള്ള ഒരു ഉദ്യോഗസ്ഥയായ സ്ത്രീ അവരുടെ ഇത്തരം കാര്യങ്ങളിൽ വന്നിരിക്കുന്ന ചില ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എന്താണെന്ന് പറയുന്നത് മാനസികമായ ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിച്ച് അതിൽ പ്രതിഷേധം കാണിക്കുന്ന, അതായത് അവർ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ച് അത് അല്ലെങ്കിൽ ശബ്ദസന്ദേശത്തിൽ പറയുന്നതനുസരിച്ച് അങ്ങനെയാണ് പറയുന്നത്. അല്ലെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് ടു ഗോ വിത്ത് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു അദ്ദേഹം പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു കേസ് മാത്രമായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധ്യമല്ല. കാരണം ഇതിനൊരു ജനറൽ എല്ലാ വിഭാഗത്തിലും ഉള്ള ഒരു കേസായിട്ട് മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഓരോരുത്തർക്കും അതിൻ്റെ കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കാം. പക്ഷെ അങ്ങനെ നമ്മൾക്ക് എടുക്കാൻ സാധിക്കുമോ? ആ രീതിയിൽ ഓരോ വ്യക്തിയും ചെയ്യുന്ന കാര്യത്തിന് സമൂഹത്തിലെ മറ്റുള്ളവർക്ക് നമ്മൾക്ക് അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ സാധിക്കുമോ? അപ്പൊ അതിലുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവരട്ടെ. ഇപ്പൊ നമ്മളൊക്കെ ഉള്ള സമയത്തും ബാക്കി എല്ലായിടത്തും ബാക്കി 100 കണക്കിന് സൂയിസൈഡൽ കേസ് നമ്മൾ അന്വേഷിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊരു വഴി, പ്രത്യേകിച്ചും മറ്റ് യാതൊരു കാര്യങ്ങളും ഇല്ലാത്ത, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഉദ്യോഗത്തിന്റെ കാര്യത്തിൽ മാത്രം പ്രശ്നം ഉണ്ടാകുന്ന ഒരാൾക്ക് ആ ഉദ്യോഗത്തിന്റെ കാര്യത്തിൽ അതും നിയമപരമായിട്ട് പരിജ്ഞാനമുള്ള ഒരാൾ, നിയമപരിജ്ഞാനം ഇല്ലാത്ത ആളല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തികച്ചും നിർഭാഗ്യകരമായിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ പോരാ, അതിന് ഉപരിയായിട്ട് എന്തൊക്കെയോ അവർക്ക് അത്രയും കൂടുതലായിട്ട് മാനസിക പീഡനം ഉണ്ടായിരുന്നിരിക്കണം. അതാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് ഇതിൽ പോകേണ്ടത്. ഇപ്പൊ സ്ത്രീകളുടെ കാര്യത്തിൽ വിശാഖ കേസിന്റെ കാര്യത്തിലൊക്കെ പറയുന്ന അങ്ങനെ ഒരു ഭാഗം ഇതിൽ കാണുന്നതായിട്ട് വന്നിട്ടില്ല. ആ വിശാഖ കേസിന്റെ കാര്യത്തിൽ സ്ത്രീകളുടെ പേരിൽ ജെൻഡർ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ട് അങ്ങനെ ഇത് ഉദ്യോഗപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു കൂടെയുള്ള ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ലീവ് എടുക്കാതെ മുങ്ങുന്നു. അതുപോലെ ഇവരുടെ CR പരസ്യമായിട്ട് മോശമായിട്ട് എഴുതി അത് പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപിക്കുന്ന സമയത്ത് എത്ര പേരൊക്കെ പുറത്ത് കേൾക്കാനുണ്ടാവും? കൂടി വന്നാൽ മറ്റേ APPമാർ മാത്രമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അല്ലാതെ അത് മറ്റു ആൾക്കാർ കേൾക്കാൻ സാധ്യതയില്ല. പിന്നെ ഇവർക്ക് ഓവർ വർക്ക് പറയുന്നു. ഈ ഓവർ വർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് IT ഫീൽഡിലൊക്കെ നോക്കിയാല് ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഇദ്ദേഹമൊക്കെ നമ്മുടെ ഇൻഫോസിസിന്റെ കൃഷ്ണമൂർത്തിയൊക്കെ അദ്ദേഹമൊക്കെ പറഞ്ഞത് ഒരു ആഴ്ചയിൽ 72 മണിക്കൂർ വർക്ക് ചെയ്യണമെന്നോ. നാരായണമൂർത്തി അദ്ദേഹം പറഞ്ഞത് 72 മണിക്കൂർ വർക്ക് ചെയ്യണമെന്നാണ്. അപ്പൊ എത്ര സമയം ബാക്കി വരും? ഒരാൾക്ക് ബാക്കിയുള്ള കാര്യം നോക്കുന്നതിന് എത്ര മണിക്കൂർ ബാക്കി വരും?
നമ്മൾ ഇതെല്ലാം നോക്കണ്ടേ? അപ്പോൾ എല്ലാ ഫീൽഡിലുള്ളവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കണം. അതുകൊണ്ട് എനിക്കിതിൽ പറയാനുള്ളത് തികച്ചും നിർഭാഗ്യകരമായിട്ടൊരു സംഭവമാണ്. പക്ഷേ അവരത് വീട്ടിലെ ഇപ്പം സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്, സഹോദരനും അമ്മയും ഭർത്താവും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ആ കാര്യത്തിൽ അവരിൽ നിന്ന് ഒരു ഉപദേശം സ്വീകരിച്ച് തികച്ചും അതല്ലെങ്കിൽ മറ്റൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടെങ്കിലും ഡിസ്കസ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിതിനെ ഒരു മറ്റൊരു രീതിയിൽ കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പലയിടത്തും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ അനിൽ നമ്പ്യാർ ഇരിക്കുന്ന സ്റ്റുഡിയോയിൽ തന്നെ പലരെയും വഴക്ക് പറയുന്നുണ്ടാകും. അപ്പം അനിൽ നമ്പ്യാരുടെ താഴെ ഇപ്പോൾ ഒരു ന്യൂസ് തയ്യാറാക്കുന്നു അല്ലെങ്കിൽ പ്രോഗ്രാം തയ്യാറാക്കുന്നു അല്ലെങ്കിൽ ഇന്ന ചെയ്യുന്ന ആൾക്കാരെ വഴക്ക് പറയുന്നുണ്ടാകും. അതിൽ സ്ത്രീകളുണ്ടാകും, പുരുഷന്മാരുണ്ടാകും. ഈ വഴക്ക് കേൾക്കുന്ന സ്ത്രീ ഉടനെ പോയിട്ട് എന്തെങ്കിലും ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് ഇവരെന്താണ് എത്തിച്ചത് അത് കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിന് ഈ അന്വേഷണം പ്രോപ്പറായിട്ട് പോകണം. ആ പോലീസ് അന്വേഷണം സമഗ്രവും സത്യസന്ധവുമായിരിക്കണം. അങ്ങനെ ഇവർക്ക് എന്തുകൊണ്ട് ഇത്രയെല്ലാം അവസരങ്ങൾ ഭർത്താവ്, സഹോദരൻ, അമ്മ, കുഞ്ഞ് ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച അത്രയും തീക്ഷണമായിട്ടുള്ള അനുഭവം എന്താണെന്ന് കണ്ടെത്തുക. അതാണ് വേണ്ടത്.